ഒന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ ആകെ മൊത്തം പ്രശ്നമാണല്ലോ. പിന്നെ എന്ത് വെച്ചാലും ഒരു ഉത്തരവുണ്ട്, ഹോർമുസ്. വിലക്കയറ്റത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഹോർമുസ് എന്ന് പറഞ്ഞാൽ പോരാ. ദിവസങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ധന ഉപയോഗം കുറയ്ക്കണം, സ്വർണം വാങ്ങുന്ന പരിമിതപ്പെടുത്തണം, വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന വർദ്ധിപ്പിക്കണം, വിവാഹങ്ങൾ ഉൾപ്പെടെയുള്ള ആഡംബരങ്ങളെല്ലാം കുറയ്ക്കണം. അത് കേട്ടപ്പോൾ തന്നെ എന്തോ ഒരു പ്രശ്നം വരാനുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായതാണ്. തൊട്ടു പിന്നാലെ പെട്രോളിനും ഡീസലിനും വില കൂട്ടി, അതും 2 തവണ. പിന്നാലെ ധാന്യങ്ങൾ, പച്ചക്കറി, ഇറച്ചി, മീൻ എല്ലാത്തിൻ്റെയും വില കുതിച്ചേറി. മൂല്യമിടിഞ്ഞ രൂപ പാതാളത്തിലായി. വിലക്കയറ്റം ഇനിയും രൂക്ഷമാകുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. സാമ്പത്തിക വളർച്ചാ നിരക്കും കുറഞ്ഞു. പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ആഡംബരങ്ങളും ദൂർത്തുമൊക്കെ കുറയ്ക്കാം. പക്ഷെ അതൊന്നും പണ്ടേ ഇല്ലാത്ത മഹാഭൂരിപക്ഷ ഇന്ത്യക്കാർക്ക് തിന്നാനും കുടിക്കാനും എന്തെങ്കിലും വേണ്ടേ? അത് ചോദിക്കുമ്പോൾ ഉത്തരമാണോ ഹോർമുസ്? യുദ്ധം അവസാനിക്കോ, ഹോർമുസ് പ്രതിസന്ധി പരിഹരിക്കുമോ എന്ന് പ്രവചിക്കാൻ വിദഗ്ധർക്ക് പോലും കഴിയാത്ത സ്ഥിതിയാണ്. ഐക്യരാഷ്ട്രസഭ സാമ്പത്തിക സാമൂഹികകാര്യ വകുപ്പ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ 2026 സാമ്പത്തിക വളർച്ചാ നിരക്ക് മുൻപ് പ്രവചിച്ചിരുന്ന 6.6 നിന്ന് 6.4 കുറച്ചു. ഇപ്പൊ 97-അടുത്തെത്തിയ രൂപയുടെ മൂല്യം വൈകാതെ 100-ലെത്തുന്നത് തടയാൻ റിസർവ് ബാങ്ക് പലിശ നിരക്ക് ഉയർത്താൻ ഒരുങ്ങാണെന്നാണ് റിപ്പോർട്ട്. ഇതിന്റെ ബാധ്യതയും ജനങ്ങളിലേക്കാകും. അധികാരത്തിലില്ലാതിരുന്നപ്പോൾ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ 40 രൂപയാക്കുമെന്നൊക്കെ വീമ്പിളക്കിയെങ്കിലും മോദി ഭരണത്തിൽ രൂപ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയിലെത്തി. പെട്രോൾ വില 50 ആക്കുമെന്ന് പറഞ്ഞ BJP-ക്കാരെ വില 110-നോടടുത്തപ്പോൾ കാണാനേയില്ല. പക്ഷെ കേരളത്തിൽ പുതിയ സർക്കാർ അധികാരത്തിലെത്തും മുൻപ് തന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പാക്കില്ലെന്ന് പറഞ്ഞ് സമരത്തിനിറങ്ങി. അടുക്കളയും വയറും കത്തുമ്പോൾ യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഇത്തരം സമരങ്ങൾ പോരാതെ വരും. ഇന്ത്യയുടെ സാമ്പത്തിക പ്രതിസന്ധി ആഗോള പ്രതിഭാസമാണെന്ന് പറഞ്ഞ് ഒഴിയാനൊന്നും പറ്റില്ല. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ താൻ വന്നാൽ എല്ലാം അങ്ങ് മാറ്റിയുറയ്ക്കുമെന്ന് മോദി പറഞ്ഞതുപോലെ യാഥാർത്ഥ്യബോധമില്ലാതെ പറയാൻ ഇന്ന് പ്രതിപക്ഷത്താരും മുതിരുന്നില്ല. ജനം ബുദ്ധിമുട്ടുന്നതിനിടെ ഇന്ധനവില വർദ്ധിപ്പിച്ച കേന്ദ്രം നികുതി വർധനമാണോ ഇനി അടുത്തായിട്ട് ആലോചിക്കുന്നതെന്നുള്ള ഭീതി ജനങ്ങൾക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ സാമ്പത്തിക മാന്ദ്യം പടിവാതിൽക്കലാണ്. ഒരു ലോക്ക്ഡൌണിൽ നിന്ന് ജനം നടുനിവർത്തി വരുന്നതേ ഉള്ളൂ എന്ന് മറക്കരുത്.